ഹലോ എവരി വൺ. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സെക്സ് ഡിറ്റർമിനേഷനെ കുറിച്ചാണ്. അപ്പോൾ ഈ സെക്സ് ഡിറ്റർമിനേഷൻ എന്ന് പറയുന്നത് പണ്ടേ സയന്റിസ്റ്റുകൾക്ക്, അതായത് ഇപ്പോൾ ഒരു ഇൻസെക്റ്റിനെ കാണുകയാണെന്നുണ്ടെങ്കിൽ ആ ഇൻസെക്ട് മെയിൽ ആണോ ഫീമെയിൽ ആണോ എന്നുള്ളത് ഡിറ്റർമൈൻ ചെയ്യുന്നത് പണ്ടേ ഒരു ചലഞ്ചിങ് ആയിട്ടുള്ള ഒരു സംഭവമായിരുന്നു. അപ്പൊ ഇവിടെ നമ്മൾ പഠിക്കാൻ പോകുന്നത് സെക്സ് ഡിറ്റർമിനേഷൻ ബേസ്ഡ് ഓൺ ക്രോമസോമൽ ബേസിസ് ആണ്. അല്ലാതെ നമ്മുടെ എക്സ്റ്റേണൽ ഫീച്ചേഴ്സ് നോക്കിയിട്ടല്ല മെയിൽ ആണോ ഫീമെയിൽ ആണോ എന്നുള്ളത് പറയുന്നത്. ഒരു മെയിലും ഫീമെയിലും ആവാനുള്ള ക്രോമസോമൽ ബേസിസ് ആണ് നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത്. അങ്ങനെ സെക്സ് ഡിറ്റർമിനേഷന്റെ ക്രോമസോമൽ ബേസിസിന്റെ സ്റ്റാർട്ടിങ് എന്ന് പറയുന്നത് 1891ലാണ് ഒരു സയന്റിസ്റ്റ് ഹെർമൻ ഹെൻകിങ് എന്ന് പറയുന്ന ഒരു സയന്റിസ്റ്റിന്റെ ഇൻസെക്റ്റിലുള്ള ഒരു ഒബ്സർവേഷൻ ആണ് ഈ ഒരു ക്രോമസോമൽ ബേസിസ് ഓഫ് സെക്സ് ഡിറ്റർമിനേഷന്റെ സ്റ്റാർട്ടിങ് എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ ഇനി പഠിക്കാൻ പോകുന്നത് ഹെൻകിങ് 1891 നടത്തിയൊരു ഒബ്സർവേഷൻ ആണ്. അപ്പൊ ഹെൻകിങ് എന്ന് പറയുന്ന ഈ സയന്റിസ്റ്റ് വർക്ക് ചെയ്യുന്നത് വേരിയസ് ഇൻസെക്റ്റുകളിലാണ്. അതിൽ ഒരു ഇൻസെക്റ്റിന്റെ എക്സാമ്പിൾ മാത്രമാണ് ഞാൻ പറയുന്നത്. വേരിയസ് ഇൻസെക്ട്സ് എന്നാണ് നമുക്ക് ലിറ്ററേച്ചേഴ്സിൽ കാണാൻ പറ്റുക. മീൽവേം ഇൻസെക്റ്റില് ഒരു എക്സാമ്പിൾ എടുക്കാൻ, ഒരു മീൽവേം ഇൻസെക്ട്, അതിന്റെ സ്പെർമെറ്റോജെനിസിസ് അദ്ദേഹം ഒബ്സർവ് ചെയ്യുന്നു. എന്താ സ്പെർമെറ്റോജെനിസിസ് എന്ന് പറഞ്ഞാൽ സ്പേം ഫോർമേഷൻ. അപ്പം ഈ ഇൻസെക്റ്റിനകത്ത് 2 ടൈപ്പ് സ്പേം ഉണ്ടാവുന്നുണ്ട്. അല്ലെങ്കിൽ ആകെ ഉണ്ടാവുന്ന സ്പേമുകളിൽ പകുതി സ്പേമിന് ഒരു ന്യൂക്ലിയർ കണ്ടന്റ്, ന്യൂക്ലിയസിന്റെ അകത്ത് ഒരു കണ്ടന്റ് ഇല്ല. പകുതി സ്പേമിന് ന്യൂക്ലിയസിന്റെ അകത്ത് ഒരു കണ്ടന്റ് ഉണ്ട്. ആ ഒരു എന്തോ ഒന്ന്, അദ്ദേഹത്തിന് അതിന്റെ പേരൊന്നും പറയാൻ പറ്റിയിട്ടില്ല. ആ എന്തോ ഒന്ന് ഒരു പകുതി സ്പേമിൽ മാത്രമേ ഉള്ളൂ. അപ്പൊ ആ പേരറിയാത്ത ആ ഒരു ന്യൂക്ലിയർ കണ്ടന്റിനെ അദ്ദേഹം പേരിട്ട് വിളിച്ചു എക്സ് ബോഡി എന്ന് വിളിച്ചു. ഇനി അതിന്റെ അപ്പുറത്തേക്ക് അദ്ദേഹത്തിന് എക്സ് ബോഡിയുടെ ഒരു ഇമ്പോർട്ടൻസും റെലവൻസും എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റിയില്ല. പിന്നീട് നമ്മൾ പറഞ്ഞു ഈ ഒരു എക്സ് ബോഡി എന്ന് പറയുന്നത് സെക്സ് ഡിറ്റർമൈനിങ് ആയിട്ടുള്ള ഒരു ക്രോമസോം ആണെന്നും ഇന്ന് നമുക്കറിയാം അത് എക്സ് ക്രോമസോം ആണ് എന്നുള്ളത് നമുക്കറിയാം. അപ്പോൾ എക്സ് ഓ സെക്സ് ഡിറ്റർമിനേഷൻ മെക്കാനിസം ആണ് ഇൻസെക്ട്സിൽ ഉള്ളത് എന്നുള്ളത് നമുക്ക് ലേറ്റർ അറിയാം. ഹെൻകിങ് എന്ത് മാത്രമേ കണ്ടിട്ടുള്ളൂ? പല ഇൻസെക്റ്റിന്റെയും ഗമീറ്റ് ഫോർമേഷന്റെ സമയത്ത്, സ്പെർമെറ്റോജെനിസിന്റെ സമയത്ത്, മെയിൽ ഗമീറ്റ് ആയിട്ടുള്ള സ്പേം ഫോർമേഷന്റെ സമയത്ത് പകുതി സ്പേമിന് മാത്രം ഒരു ന്യൂക്ലിയർ കണ്ടന്റ് ഉണ്ട്. എന്തോ ഒരു ക്രോമസോം കൂടുതലുണ്ട്. പകുതി സ്പേമിന് ആ ക്രോമസോം ഇല്ല. അതുകൊണ്ട് അത് മാത്രമേ, ആ ഒരു ഒബ്സർവേഷൻ മാത്രമേ ഹെൻകിങ് നടത്തിയിട്ടുള്ളൂ. ബാക്കിയുള്ള അഡ്വാൻസ്മെന്റ് അത് എക്സ് ക്രോമസോം ആണെന്നും അത് സെക്സ് ഡിറ്റർമൈനിങ് ക്രോമസോം ആണ് എന്നുള്ളതൊക്കെ ലേറ്റർ ഡിസ്കവറീസ് എന്നാണ്. അപ്പൊ ഇത് ഹെൻകിങ് ആക്ച്വലി ഒരു സ്റ്റാർട്ടിംഗ് പോയിന്റ് ആയിരുന്നു, തുടക്കമായിരുന്നു എന്ന് മാത്രമേ നമുക്കിവിടെ അറിയേണ്ട കാര്യമുള്ളൂ. ഇനി ക്രോമസോംസ് 2 ടൈപ്പ് ഉണ്ട്. നമുക്കറിയാം എന്താണ് ക്രോമസോം എന്നുള്ളത് നമുക്കറിയാം അല്ലെ. DNA കണ്ടൻസ് ചെയ്തിട്ടുള്ള ഒരു ഫോമാണ് ക്രോമസോം എന്ന് പറയുന്നത്. 2 ടൈപ്പ് ക്രോമസോംസ് ആണുള്ളത്. നിങ്ങൾക്കറിയാം നമുക്ക് 46 ക്രോമസോമുകളാണുള്ളത്. നമ്മുടെ ക്രോമസോമിന്റെ മുകളിലാണ് ജീനുകൾ ഉള്ളത്. ഈ ജീനുകളാണ് എല്ലാ ക്യാരക്ടേഴ്സും കൺട്രോൾ ചെയ്യുന്നത് നമുക്ക് അറിയുന്ന കാര്യമാണ്. ഓക്കെ, അപ്പോ ക്രോമസോംസ് 2 ടൈപ്പാണ്. എന്റെ 46 ക്രോമസോമും ആണ് ഞാൻ ഇവിടെ വരച്ചത് കാണിച്ചിട്ടുള്ളത്. ഓക്കെ, ഇതിനാണ് നമ്മളൊരു കാരിയോ ടൈപ്പ് എന്ന് പറയാ. ഇതൊരു കാരിയോ ടൈപ്പിന്റെ ഇമേജ് ആണ്. അതില് 23 പേരാണല്ലോ ഉള്ളത്, അല്ലെങ്കിൽ 46 എണ്ണം ക്രോമസോം ആണുള്ളത്. അതിലെ ഈ 2 ക്രോമസോം നിങ്ങൾ കണ്ടോ? ഈ 2 ക്രോമസോം XY എന്ന് പറഞ്ഞ ഈ ക്രോമസോം, ഈ ക്രോമസോം ആണ് എന്റെ സെക്സ് മെയിൽ ആണോ ഫീമെയിൽ ആണോ എന്നുള്ളത് ഡിസൈഡ് ചെയ്യുന്നത്. അപ്പൊ ഈ ക്രോമസോമിനെ ഞാൻ എന്തെന്നാ വിളിക്കുക? സെക്സ് ക്രോമസോം എന്നാണ് വിളിക്കുക. സെക്സ് ക്രോമസോം എന്നാണ് ഞാൻ വിളിക്കുക. അതെന്താണ് ഡിറ്റർമൈൻ ചെയ്യുന്നത്? ഒരാളുടെ സെക്സ് ഡിറ്റർമൈൻ ചെയ്യുന്ന ക്രോമസോം ആണ് സെക്സ് ക്രോമസോം. ഓക്കെ, അപ്പൊ ഈ റിമൈനിങ് 44 ക്രോമസോംസ് ഇല്ലേ, ഈ ക്രോമസോംസ് ഒന്നും സെക്സ് ഡിറ്റർമൈൻ ചെയ്യുന്നില്ല. ആണുങ്ങൾക്കും പെണ്ണുങ്ങൾക്കും ഈ 44 ക്രോമസോം ഒരുപോലെയാണ് ഉണ്ടാവുക. മനസ്സിലായോ? അപ്പം സെക്സ് അല്ലാത്ത നോൺ സെക്ഷൽ ആയിട്ടുള്ള ക്യാരക്ടേഴ്സിനെ കൺട്രോൾ ചെയ്യുന്ന ക്രോമസോംസ് ആണ് സെക്സ് ക്രോമസോം. അല്ലാത്ത ക്രോമസോം അവരുടെ പേരാണ് ഓട്ടോസോംസ്. ഓട്ടോസോം. അപ്പോ 2 ടൈപ്പ് ക്രോമസോം ആണ് ഉണ്ടാവുക. സെക്സ് ഡിറ്റർമൈൻ ചെയ്യുന്ന, സെക്സ് ആണാണോ പെണ്ണാണോ എന്ന് തീരുമാനിക്കുന്ന ക്രോമസോം ആണ് സെക്സ് ക്രോമസോം. അതർ ദാൻ സെക്ഷൽ ക്യാരക്ടേഴ്സ്, മറ്റ് ക്യാരക്ടേഴ്സിനെ കൺട്രോൾ ചെയ്യുന്ന ക്രോമസോംസ് ആണ് ഓട്ടോസോംസ്. ക്ലിയർ ആണല്ലോ? യെസ്. ഇനി നമ്മൾ വേരിയസ് ആയിട്ടുള്ള സെക്സ് ഡിറ്റർമൈനിങ് മെക്കാനിസം ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പൊ ഹെൻകിങ് എക്സ്പെരിമെന്റ് ചെയ്തത് ഏതിലായിരുന്നു? ഇൻസെക്റ്റുകളിലായിരുന്നു.
ഇൻസെക്റ്റുകളിൽ ഏറ്റവും കൂടുതൽ കാണുന്ന സെക്സ് ഡിറ്റർമൈനിങ് മെക്കാനിസം ആണ് XO ടൈപ്പ് സെക്സ് ഡിറ്റർമൈനിങ് മെക്കാനിസം. എവിടെ കാണാൻ പറ്റുക? ഇൻസെക്റ്റിലാണ് കാണാൻ പറ്റുക. ഒരു എക്സാമ്പിൾ നമ്മൾ എടുക്കുക. ഈ XO മെക്കാനിസം ആരിലാണ് കാണാൻ പറ്റുക എന്നുള്ളതിന്റെ എക്സാമ്പിൾ ആണ് ഞാൻ പറയുന്നത്. ആരിലാണ് കാണാൻ പറ്റുക? ഗ്രാസ് ഹോപ്പർ ആണ് ഒരു എക്സാമ്പിൾ. ഓക്കെ, ഗ്രാസ് ഹോപ്പർ ഒരു ഇൻസെക്റ്റ് ആണ്. ഓക്കെ, ഇവിടെ ഫീമെയിലിന്റെ അകത്ത് ഓട്ടോസോം ഉണ്ടായിരിക്കും, സെക്സ് ക്രോമസോം ഉണ്ടായിരിക്കുമല്ലോ, ഉണ്ടായിരിക്കും. യെസ്. അപ്പൊ നോക്ക്, ഒരാള് ഒരു ഇൻസെക്റ്റ്, ഒരു ഫീമെയിൽ ഗ്രാസ് ഹോപ്പർ എന്ന് പറഞ്ഞാല് അയാൾക്കകത്ത് ഓട്ടോസോം ഉണ്ടാവും. ഓട്ടോസോമിനാണ് ഞാൻ എ എന്ന് പറയുന്നത് അല്ലെ. ഓട്ടോസോം ഉണ്ടായിരിക്കും, പ്ലസ് 2 എക്സ് ക്രോമസോം ആണ് ഉള്ളത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അയാള് ഫീമെയിൽ ആയിരിക്കും. അപ്പം ഒരു ഇൻഡിവിജ്വലിന്റെ അകത്ത് ഓട്ടോസോം ഉണ്ട്, അതിന് സെക്സുമായിട്ട് യാതൊരു ബന്ധവുമില്ല. 2 എക്സ് ക്രോമസോം ആണ് അയാൾക്ക് ഉള്ളത് എങ്കിൽ അയാള് ഫീമെയിൽ ആയിരിക്കും. ഇനി മെയിൽ എന്ന് പറഞ്ഞാൽ ഈ ഓട്ടോസോം 2 ആൾക്കാർക്കും സെയിം തന്നെയല്ലേ? ആണ്. പ്ലസ് അയാളുടെ കൂടെ ഒരു എക്സ് ക്രോമസോം മാത്രമേ ഉള്ളൂ. ഒരു എക്സ് ക്രോമസോം മാത്രമേ ഉള്ളൂ. അപ്പൊ പേഡ് അല്ല, ഒറ്റ എക്സ് ക്രോമസോം മാത്രമേ ഉള്ളൂ. അപ്പം ഒരു എക്സ് ക്രോമസോം മാത്രമേ ഉള്ളൂ എന്ന് പറയാൻ വേണ്ടിയിട്ട് എനിക്ക് വേണമെങ്കിൽ എക്സ് എന്ന് മാത്രം എഴുതാം. പക്ഷെ എക്സ് എന്ന് മാത്രം ഞാൻ എഴുതൂല. ഇവിടെ എക്സിന്റെ കൂടെ ഒന്നുമില്ല എന്ന് എഴുതാൻ വേണ്ടിയിട്ട് O എന്ന് എഴുതി. അപ്പം എ ഓട്ടോസോം പ്ലസ് എക്സ് മാത്രമായാല് മെയിലായിരിക്കും. മനസ്സിലായോ? അപ്പൊ നോക്ക്, ഇവിടെ ഈ ഫീമെയിലിന്റെ അകത്തുള്ള നമ്പർ ഓഫ് ക്രോമസോംസ് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഫീമെയിലും മെയിലിലും ഈക്വൽ അല്ല എന്നുള്ളത് നമുക്ക് മനസ്സിലായില്ലേ? എങ്ങനെ മനസ്സിലായി? ഓട്ടോസോമും പ്ലസ് 2 എക്സ് ഉണ്ട് ഫീമെയിലില്, 1 എക്സ് മാത്രമേ ഉള്ളൂ മെയിലില്. അപ്പം മെയിലിന് ഫീമെയിലിനെ കാട്ടിലും 1 കുറവാണ്. ക്ലിയർ ആണല്ലോ? യെസ്. ഇനി നോക്ക്, ഇനി ഈ ഫീമെയിലിൽ നിന്നും ഒരു ഓവം ഉണ്ടാവുകയാണെന്ന് വിചാരിക്കുക. ആ ഓവത്തിൽ എന്താ ഉണ്ടാവുക? ഓട്ടോസോമിന്റെ പകുതി ഉണ്ടാവും, ഏതെങ്കിലും ഒരു എക്സ് ക്രോമസോം ഉണ്ടാവും. അപ്പൊ എക്സ് ടൈപ്പ് ഓവമാണ് ഉണ്ടാവുക. ശരിയാണല്ലോ? ഇനി ഈ മെയിൽ ആയിട്ടുള്ള ഈ ഇൻസെക്റ്റിൽ നിന്ന്, ഗ്രാസ് ഹോപ്പറിൽ നിന്ന് സ്പേം ഉണ്ടാവുമല്ലോ. ഈ സ്പേം 2 ടൈപ്പ് സ്പേം ഉണ്ടാവും. എന്താ 2 ടൈപ്പ് സ്പേം എന്ന് പറഞ്ഞാല്? ചില സ്പേമില് എക്സ് ക്രോമസോം ഉണ്ടാവും, ചില സ്പേമില് എക്സ് ക്രോമസോം ഉണ്ടാവും, ചില സ്പേമില് ഒരു ക്രോമസോമും ഉണ്ടാവില്ല. അപ്പൊ നമ്മൾ പറയും ഒന്നുമില്ല എന്നുള്ളത് നമ്മൾ കാണിക്കും. അവിടെ O എന്ന് കാണിക്കും. മനസ്സിലായോ? O എന്ന് നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നത് എന്താ? ഒന്നുമില്ലായ്മയാണ്. ക്ലിയർ ആണല്ലോ? അപ്പൊ നോക്ക്, ഇവിടെ ഈ ഫീമെയിൽ ആണെന്നുണ്ടെങ്കിൽ സിംഗിൾ ടൈപ്പ് ഗമീറ്റ് ഉണ്ടാവുകയുള്ളൂ. ഇവിടെയാണെന്നുണ്ടെങ്കിൽ 2 ടൈപ്പ് ഗമീറ്റ് ഉണ്ടാവും. 2 ഡിഫറെന്റ് ടൈപ്പ് ഗമീറ്റ് ഉണ്ടാവുന്നതിനെയാണ് നമ്മൾ ഹെറ്ററോഗെമിറ്റി എന്ന് പറയാ. അപ്പൊ ഇവിടെ മെയിൽ ഹെറ്ററോഗെമിറ്റി, മെയിലിൽ 2 ഡിഫറെന്റ് ടൈപ്പ് ഗമീറ്റ് കാണിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ ഉള്ള പോയിന്റ് എന്ന് പറയുന്നത് XO മെക്കാനിസം എന്ന് പറഞ്ഞാൽ XX ഫീമെയിൽ ആണ്, XO മെയിൽ ആണ്. XX ഫീമെയിലിന് ഒരു സിംഗിൾ ടൈപ്പ് ഓവ മാത്രമേ ഉണ്ടാക്കാൻ പറ്റുള്ളൂ. മെയിലിന് എക്സ് ക്രോമസോം ഉള്ള സ്പേമും ഉണ്ടായിരിക്കും, ഇല്ലാത്ത സ്പേമും ഉണ്ടായിരിക്കും. ഇതല്ലായിരുന്നോ ഹെൻകിങ്ങിന്റെ ഒബ്സർവേഷൻ എന്ന് പറയുന്നത്? ഒരു ഇൻസെക്റ്റിന്റെ പകുതി സ്പേമില് എന്തോ ഒരു ബോഡി ഉണ്ട്, എക്സ് ക്രോമസോം ആയിരുന്നു ആക്ച്വലി. അത് പകുതി സ്പേമില് ഒന്നുമില്ലായ്മേനെ നമ്മൾ O എന്നാണ് പറയാറുള്ളത്. ക്ലിയർ ആണല്ലോ? അപ്പം ഉണ്ടാവുന്ന ഈ മേറ്റിങ്ങിൽ ഉണ്ടാവുന്ന കുട്ടികൾ, ഫീമെയിലും മെയിലും കൂടെ മേറ്റ് ചെയ്തിട്ട് ഉണ്ടാവുന്ന കുട്ടികളുടെ സെക്സ് ആരാ ഡിറ്റർമൈൻ ചെയ്യുക? ഫീമെയിൽ ആണോ മെയിൽ ആണോ? തീർച്ചയായിട്ടും അത് മെയിലാണ്. കാരണം എന്താ? മെയിലിന്റെ അടുത്താണ് 2 ടൈപ്പ് ഗമീറ്റ്സ് ഉള്ളത്. മെയിൽ ഹെറ്ററോഗെമിറ്റി ആണ് ഗ്രാസ് ഹോപ്പേഴ്സിൽ കാണാൻ സാധിക്കുന്നത്. ക്ലിയർ ആണല്ലോ? അപ്പൊ XO ടൈപ്പ് മെക്കാനിസം എന്താ എന്നുള്ളത് നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ മനസ്സിലാക്കി. ഇനി അടുത്ത മെക്കാനിസമാണ് ZW മെക്കാനിസം. എക്സാമ്പിൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ചിക്കൻ, അല്ലെങ്കിൽ ജനറൽ ആയിട്ട് നമ്മൾ പറയുകയാണെങ്കിൽ ബേർഡ്സിലാണ് ZW മെക്കാനിസം നമുക്ക് കാണാൻ പറ്റും. അപ്പൊ നമുക്ക് പൂവൻ കോഴിയാണെന്നുണ്ടെങ്കിൽ ഓട്ടോസോം ഉണ്ടായിരിക്കും. ഓട്ടോസോമിനെ നമ്മൾ എങ്ങനെ എഴുതുക? A എന്നാണല്ലോ എഴുതുക. ഓട്ടോസോം പ്ലസ് അയാളുടെ ക്രോമസോംസ്, സെക്സ് ക്രോമസോം എന്ന് പറയുന്നത് Z ആയിരിക്കും. ക്ലിയർ ആണല്ലോ? ഇനി
പെടക്കോഴിയാണെന്നുണ്ടെങ്കിൽ ഫീമെയിൽ ആണ് എങ്കിൽ ഓട്ടോസോം ഉണ്ടായിരിക്കുമല്ലോ, തീർച്ചയായിട്ടും ഓട്ടോസോം ഉണ്ടായിരിക്കും. പ്ലസ് സെഡ് എന്ന് പറയുന്ന സെക്സ് ക്രോമസോം ഉണ്ടാവും, ഡബ്ല്യു എന്ന് പറയുന്ന സെക്സ് ക്രോമസോമും ഉണ്ടായിരിക്കും. അപ്പം സെഡ് എന്ന് പറഞ്ഞ സെക്സ് ക്രോമസോം ആണുള്ളതെന്നുണ്ടെങ്കിൽ അയാള് മെയിലാണ്. ഇയാൾ എന്താണ്? മെയിലാണല്ലോ, മെയിലാണ്. ആൻഡ് ZW ആണെന്നുണ്ടെങ്കിൽ എന്താണ്? ഫീമെയിൽ ആണ്. ഈ കാര്യം ക്ലിയർ ആണല്ലോ, ഫീമെയിൽ ആണ്. ഓക്കെ, ഇനി ഇവരുടെ രണ്ടാളുടെ നമ്പർ ഓഫ് ക്രോമസോംസ് എന്താ? മെയിലിന്റെ നമ്പർ ഓഫ് ക്രോമസോംസും ഫീമെയിലിന്റെ നമ്പർ ഓഫ് ക്രോമസോംസും സെയിം ആണ്. അതിലാർക്കും തർക്കമില്ലല്ലോ. രണ്ടും ഓട്ടോസോം പ്ലസ് സെഡ് അല്ലെങ്കിൽ ZW ആണ്. ഇനി നോക്ക്, ഇനി ഈ മെയിലിൽ നിന്നുണ്ടാവുന്ന സ്പേം എന്ന് പറയുന്നത് എന്തായിരിക്കും? ഓട്ടോസോമിന്റെ പകുതി ഉണ്ടാവും, ഏതെങ്കിലും ഒരു സെഡ് ക്രോമസോമും ഉണ്ടായിരിക്കും. ഇങ്ങനെ ഒരു ഒറ്റ ടൈപ്പ് സ്പേം മാത്രമല്ലേ, ഇങ്ങനെ ഒരു ഒറ്റ ടൈപ്പ് മെയിൽ ഗമീറ്റ് മാത്രമല്ലേ ഉണ്ടാവുള്ളൂ. ഓക്കെ, ഇനി ഫീമെയിലിന്റെ കാര്യം നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഓട്ടോസോമിന്റെ പകുതിയും സെഡ് മാത്രമുള്ള ഒരു ടൈപ്പ് ഓവം ഉണ്ടായിരിക്കും. അതുപോലെ ഡബ്ല്യു ഉള്ള മറ്റൊരു ടൈപ്പ് ഓവവും ഉണ്ടായിരിക്കും. അപ്പൊ രണ്ട് ഡിഫറെന്റ് ടൈപ്പ് ഫീമെയിൽ ഗമീറ്റ് ഇവിടെ കാണിക്കുന്നത് കൊണ്ട് തന്നെ, ഇവിടെ ഉള്ളത് കൊണ്ട് തന്നെ നമ്മൾ എന്താ വിളിക്കുക? ഫീമെയിൽ ഹെറ്ററോഗെമിറ്റി ഇവിടെ കാണാൻ പറ്റും. എന്താ ഫീമെയിൽ ഹെറ്ററോഗെമിറ്റി എന്ന് പറയുന്നത്? ഫീമെയിലിന്റെ ഗമീറ്റ്സ് രണ്ട് ഡിഫറെന്റ് ടൈപ്പ് ആണുള്ളത്. മനസ്സിലായോ? അപ്പൊ ഉണ്ടാവുന്ന കുട്ടിയുടെ സെക്സ് ഡിറ്റർമൈൻ ചെയ്യുന്നത് മെയിലാണോ ഫീമെയിൽ ആണോ? തീർച്ചയായിട്ടും ഫീമെയിൽ ആണ്. കാരണം ഒറ്റ ടൈപ്പ് സ്പേമേ ഉണ്ടാവുന്നുള്ളൂ, രണ്ട് ഡിഫറെന്റ് ടൈപ്പ് ഫീമെയിൽ ഗമീറ്റ്സ് ഉണ്ടാവുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ആരുമായിട്ടാണ്, ഏത് ഓവവും ആണ് റിലീസ് ചെയ്യുന്നത് എന്നതിന്റെ ബേസിസിലാണ് കുട്ടി പൂവനാണോ പെടയാണോ എന്നുള്ളത് ഡിസൈഡ് ചെയ്യപ്പെടുന്നത്. ക്ലിയർ ആണല്ലോ? അപ്പൊ രണ്ടാമത്തെ സിസ്റ്റം ആയിട്ടുള്ള ZW ടൈപ്പ് സെക്സ് ഡിറ്റർമൈനിങ് മെക്കാനിസം നമ്മൾ കണ്ടു. ഇനി അടുത്തത് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു സെക്സ് ഡിറ്റർമൈനിങ് മെക്കാനിസം ആണ് ഹാപ്ലോ ഡിപ്ലോയിഡി സെക്സ് ഡിറ്റർമൈനിങ് മെക്കാനിസം. ഇത് കാണുന്നത് എവിടെയാണ് എന്ന് ചോദിച്ചാല് ഹണി ബി ആണ് ഇതിനുള്ള എക്സാമ്പിൾ എന്ന് പറയുന്നത്. സോ എക്സാമ്പിൾ ആരാണ്? ഹണി ബിയിൽ കാണുന്ന സെക്സ് ഡിറ്റർമൈനിങ് മെക്കാനിസം ആണ് ഹാപ്ലോ ഡിപ്ലോയിഡി മെക്കാനിസം. അതായത് സിമ്പിൾ ആണ്. ഹണി ബീയില് മെയിലും ഫീമെയിലും ഉണ്ടല്ലോ. മെയിൽ എന്ന് പറയുന്നത് ഹാപ്ലോയിഡ് ആയിരിക്കും. ഹാപ്ലോയിഡ് ആയിട്ടുള്ള ഇൻഡിവിജ്വൽസ് എന്ന് പറയുന്നത് മെയിലാണ്. ആൻഡ് ഫീമെയിൽ എന്ന് പറയുന്നത് ഡിപ്ലോയിഡ് ആണ്. സിമ്പിൾ, ഇത്രയേ ഉള്ളൂ. അപ്പൊ നോക്ക്, ഹാപ്ലോയിഡ് എന്ന് പറഞ്ഞാൽ എന്താ? N ആണ്. നമ്പർ ഓഫ് ക്രോമസോംസ് എന്ന് പറയുന്നത് മെയിൽ ഹണിബിയില് ഹാപ്ലോയിഡ് കണ്ടന്റ് എന്ന് പറയുന്നത് 16 ക്രോമസോം ആണ് ഉള്ളത്. 16 ക്രോമസോം ആണ് ഉള്ളത്. ഓക്കെ, ആൻഡ് ഫീമെയിൽ ഡിപ്ലോയിഡ് ആണെന്ന് പറഞ്ഞാൽ എന്താ? 2N ആണ്. അപ്പൊ എത്ര ക്രോമസോം ഉണ്ടാവുക? 32 നമ്പർ ഓഫ് ക്രോമസോം ആണ് ഉള്ളത്. ഇനി നമ്മളൊരു ബീ ഹൈവിൽ നോക്കുകയാണെങ്കിൽ ഹണി ബി എന്ന് പറഞ്ഞാൽ എന്താ? സോഷ്യൽ ആയിട്ട് ജീവിക്കുന്ന ഒരു ഓർഗാനിസം ആണ് ഹണി ബി എന്ന് പറയുന്നത്. അപ്പൊ നമ്മളൊരു ബീ ഹൈവിൽ നോക്കുകയാണെങ്കിൽ 3 ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഇൻഡിവിജ്വൽസ് ആണ് ഉണ്ടാവുക. 3 ക്ലാസ് ആയിട്ടാണ് തരം തിരിച്ചിട്ടുള്ളത് ഇൻഡിവിജ്വൽസിനെ. ആ ബീ ഹൈവില് ഒരു ക്യൂൻ ഉണ്ടാവും, ഒരുപാട് ഡ്രോണുകൾ ഉണ്ടാവും, ആൻഡ് ഒരുപാട് വർക്കർ ഹണി ബി ഉണ്ടാവും. ഇതാണ് ഒരു ബീ ഹൈവില് ഉണ്ടാവുന്നത്. ഈ ക്യൂനും വർക്കറും എന്താണ്? ഫീമെയിൽ ആണ്. ക്യൂനും വർക്കറും ഫീമെയിൽ ആണ്. ഫീമെയിൽ എന്ന് പറഞ്ഞാൽ എന്താ? 32 ക്രോമസോം ആയിരിക്കുമല്ലോ ഉണ്ടാവുക. യെസ്. ഇനി ഈ ഡ്രോൺ എന്ന് പറയുന്നത് മെയിലാണ്. മെയിലിന് 16 ക്രോമസോം ആയിരിക്കും ഉണ്ടാവുക. നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റുന്നുണ്ടല്ലോ, 16 ക്രോമസോം ആയിരിക്കും ഉണ്ടാവുക. ഈ വർക്കറും ക്യൂനും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് ചോദിച്ചാല് ക്യൂന് മാത്രമേ ഫെർട്ടിലിറ്റി ഉള്ളൂ, കുട്ടികൾ ഉണ്ടാക്കാൻ പറ്റുക ആർക്ക് മാത്രമേ ഉള്ളൂ? ഈ ക്യൂനിന് മാത്രമേ പറ്റുള്ളൂ. അപ്പൊ ക്യൂൻ എന്ന് പറയുന്നത് ആരാണ്? ഫെർട്ടൈൽ ആണ്. പക്ഷെ വർക്കർ എന്ന് പറയുന്നത് ആരാണ്? സ്റ്റെറൈൽ ആണ്. കുട്ടികൾ ഉണ്ടാക്കാൻ പറ്റുമോ? ഇല്ല, സ്റ്റെറൈൽ ആണ് എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഓക്കെ, അപ്പം ഡ്രോണിനെ കുറിച്ച് നമ്മളൊന്നും പ്രത്യേകിച്ച് എടുത്ത് പറയണ്ട, കാരണം ആരാണ്? ഡ്രോണും ഫെർട്ടൈൽ ആണ്. ഓക്കെ, ഡ്രോണും ഫെർട്ടൈൽ ആണ് എന്നുള്ളത് അണ്ടർസ്റ്റുഡ് ആണ്. ക്ലിയർ ആണല്ലോ? അപ്പൊ നമ്മൾ എന്താ പറഞ്ഞത്? ഒരു ബീ ഹൈവില് വർക്കർ ഉണ്ടാവും. വർക്കർ ആരാണ്? വർക്കർ ഫീമെയിൽ ആണ്. ഫീമെയിൽ എന്ന് പറഞ്ഞാല് 32 ക്രോമസോം ആയിരിക്കും. ക്യൂൻ എന്ന് പറയുന്നത് ആരാണ്?
32 ക്രോമസോം ഉള്ള ഫീമെയിൽ ആണ്, അയാൾക്ക് ഫെർട്ടിലിറ്റി ഉണ്ട്. ഈ പറയുന്ന ആള് ഇമ്പോർട്ടന്റ് ആണ്. ഈ ആൾ എന്ന് പറയുന്നത് സ്റ്റെറൈൽ ആണ്. ക്ലിയർ ആണല്ലോ? ഓക്കെ. ഇനി മെയിൽ എന്ന് പറയുന്നതിനെയാണ് നമ്മൾ ഡ്രോൺ എന്ന് പറയാ. മെയിലും ആരാണ്? ഫെർട്ടൈൽ ആണ്. മെയിലിന് 16 ക്രോമസോംസ് ആണ് ഉണ്ടായിരിക്കുക. ക്ലിയർ? ഓക്കെ. അപ്പോ ഇനി അടുത്തത് എന്താണ് സംഭവിക്കുക എന്ന് ചോദിച്ചാൽ സിമ്പിൾ ആയിട്ട് ഞാൻ പറഞ്ഞുതരാം. ഈ മെയിൽ എന്തുണ്ടാക്കണം? മെയിൽ ഗമീറ്റിനെ ഉണ്ടാക്കണം. മെയിൽ ഗമീറ്റ് എന്ന് പറയുന്നത് എന്താണ്? തീർച്ചയായിട്ടും സ്പേം ആണ്, അല്ലെ? അപ്പൊ ഈ മെയില് സ്പേമിനെ ഉണ്ടാക്കണം. സ്പേം എത്ര ക്രോമസോമാണ് ഉള്ളതെന്ന് അറിയോ? 16 ക്രോമസോമാണ് ഉള്ളത്. അപ്പൊ ഈ ഇൻഡിവിജ്വലിന്റെ അകത്തും എന്താണ്? ഇയാളും ഹാപ്ലോയിഡ് ആണ്, ഇയാളുടെ അകത്ത് ഉണ്ടാവുന്ന ഗമീറ്റും ഹാപ്ലോയിഡ് ആണ്. അപ്പൊ നോക്ക്, ഈ ഡ്രോണിൽ നിന്നും ഗമീറ്റ് ഉണ്ടാവണമെങ്കിൽ അത് എന്ത് ടൈപ്പ് സെൽ ഡിവിഷൻ ആണ് അവിടെ നടക്കേണ്ടത് എന്നൊന്ന് ആലോചിച്ച് നോക്ക്. മയോസിസ് പോലെ സാധാരണ ഗമീറ്റ് ഫോർമേഷൻ മയോസിസ് അല്ലേ ഉണ്ടാവല്? മയോസിസ് നടന്നാൽ 16 8 മാറും. അപ്പൊ അതല്ല നടക്കേണ്ടത്. എന്ത് തന്നെ നടക്കണം? മൈറ്റോസിസ് തന്നെ നടക്കണം. നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടല്ലോ. അപ്പം ഡ്രോണിൽ നിന്നും എന്ത് സെൽ ഡിവിഷൻ നടന്നിട്ടാണ് സ്പേം ഉണ്ടാവുക എന്ന് ചോദിച്ചാൽ മൈറ്റോസിസ് നടന്നിട്ടാണ്. ക്ലിയർ ആണല്ലോ? അപ്പൊ ഡ്രോണ് മൈറ്റോസിസ് നടത്തിയിട്ട് എന്തുണ്ടാക്കും? സ്പേം ഉണ്ടാക്കും. ഇനി ക്യൂനിൽ നിന്നും എഗ് ഫോം ചെയ്യും. എഗ് എന്ന് പറയുന്നത് 16 ക്രോമസോം ഉള്ളതാണ്. അപ്പം ക്യൂവിന് എത്ര ക്രോമസോം ഉള്ളത്? ക്യൂവിന് ഡിപ്ലോയിഡ് ആയിട്ടുള്ള ഓർഗാനിസം ആണ്. അയാളുടെ ഗമീറ്റിൽ 16 ആണ്. അപ്പൊ അവിടെ ഒരു റിഡക്ഷൻ ഡിവിഷൻ നടന്നിട്ടുണ്ടല്ലോ. റിഡക്ഷൻ ഡിവിഷൻ എന്ന് പറയുന്നത് എന്താണ്? മയോസിസ് ആണ്. ശരിയല്ലേ? മയോസിസ് ആണ്. അപ്പൊ മയോസിസ് നടന്നിട്ടാണ് ക്യൂനിൽ നിന്നും എഗ് ഫോം ചെയ്യുന്നത് അല്ലെങ്കിൽ ഓവം ഫോം ചെയ്യുന്നത് എന്ന് നമുക്ക് കാണാൻ സാധിക്കും. ഓക്കെ. ഇനി അടുത്തത് എന്താ നടക്കുന്നത്? ഈ വർക്കർ എന്ന് പറയുന്ന സ്റ്റെറൈൽ ആണ്. അപ്പം അയാളുടെ ഗമീറ്റ് ഫോർമേഷൻ നമുക്ക് ഇവിടെ പറയേണ്ട കാര്യമില്ല. ഗമീറ്റ് ഒന്നും ഉണ്ടാവുന്നില്ല. ഓക്കെ. ഇനി ഈ എഗ്ഗും ഈ സ്പേമും കമ്പൈൻ ചെയ്തിട്ട് കുട്ടി ഉണ്ടാവുക എന്നാണ് നമ്മൾ പറയാൻ പോകുന്നത്. ക്ലിയർ ആണല്ലേ? അതിൽ യാതൊരു തർക്കവും ഇല്ലല്ലോ? ഇല്ല. അപ്പൊ നോക്ക്, എന്താണ് നടക്കുക എന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം. ഒരു ബീഹൈവില് ഒരു സിംഗിൾ ക്യൂനാണ് സാധാരണഗതിയിൽ ഉണ്ടാവുക. ഓക്കെ. അതില് മൾട്ടിപ്പിൾ ഡ്രോണുകൾ ഉണ്ടാവും. ഈ മൾട്ടിപ്പിൾ ഡ്രോൺസ് വന്നിട്ട് സെക്ഷൽ ഇന്റർകോഴ്സ് നടത്തും അല്ലെങ്കിൽ കോപ്പുലേറ്റ് ചെയ്യും. ഈ എല്ലാ ഡ്രോണിന്റെയും സ്പേം ക്യൂനിന്റെ ബോഡീന്റെ അകത്ത് എത്തും. അങ്ങനെയാണ് കുട്ടി ഉണ്ടാവുന്നത്. അതിന്റെ ഡീറ്റെയിൽ ആണ് ഞാനിവിടെ പറയാൻ പോകുന്നത്. അപ്പൊ നോക്ക്, ഈ ക്യൂനിന്റെ ഓവറിയും സ്പെർമാത്തീക്ക എന്ന് പറയുന്ന ഒരു പൗച്ചുമാണ് ഞാനിവിടെ വരച്ചിട്ടുള്ളത്. അതിനെ ഡ്രോൺ വന്ന് കോപ്പുലേറ്റ് ചെയ്യും, ഇൻസെമിനേറ്റ് ചെയ്യുന്ന ഞാൻ പറഞ്ഞത്. അതായത് മൾട്ടിപ്പിൾ ഡ്രോൺ, ഇവിടെ ഞാൻ ഒരു ഡ്രോണെ വരച്ചിട്ടുള്ളൂ, പക്ഷെ മൾട്ടിപ്പിൾ ഡ്രോൺ വന്നിട്ട് അവരുടെ സ്പേമിനെ ഇവിടേക്ക് ഇൻസെമിനേറ്റ് ചെയ്യും. ഓക്കെ. ഈ സ്പേം നേരെ പോയിട്ട് സ്റ്റോർ ചെയ്യുന്നത് ഒരു പൗച്ചിന്റെ അകത്തേക്കാണ്. ഈ ഇൻസെക്റ്റിലൊക്കെ നിങ്ങൾ പഠിച്ചിട്ടുണ്ട്, കോക്രോച്ചിലൊക്കെ സ്പെർമാത്തീക്ക എന്ന് പറഞ്ഞൊരു പൗച്ച് ഉണ്ട്. ഈ സ്പെർമാത്തീക്ക എന്ന് പറയുന്ന പൗച്ചിലാണ് സ്പേം പോയിട്ട് ഡെപ്പോസിറ്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ സ്റ്റോർ ചെയ്യുന്നത്. അപ്പം ഈ സ്പേം പോയിട്ട് ഇവിടെ സ്റ്റോർ ചെയ്ത് നിൽക്കും. ഒരുപാട് ഡ്രോണിൽ നിന്നും സ്പേമുകൾ കളക്ട് ചെയ്തിട്ടുണ്ട്. ഈ ഒരൊറ്റ ഡ്രോണിൽ നിന്നല്ല, മൾട്ടിപ്പിൾ ഡ്രോണിൽ നിന്നുള്ള സ്പെർമാത്തീക്കയിൽ സ്റ്റോർ ചെയ്തിട്ടുണ്ട്. ഇനി ഈ ക്യൂനിന്റെ ഓവറിയിൽ നിന്നും ഓവം റിലീസ് ചെയ്യും. ഓവറിയിൽ നിന്നും ഒരുപാട് ഓവം ഉണ്ടാവും. അതിലെ ഒരു ഓവം റിലീസ് ചെയ്തു. ഓക്കെ. ആ സമയത്ത് തന്നെ സ്പെർമാത്തീക്കയില് മൾട്ടിപ്പിൾ ഡ്രോണിന്റെ അടുത്ത് നിന്ന് കളക്ട് ചെയ്ത സ്പേം ഉണ്ടല്ലോ, അയാളും പുറത്തേക്ക് റിലീസ് ചെയ്യും. ഓക്കെ. അങ്ങനെ ഈ സ്പേമും അതുപോലെ ഈ ഓവവും ഫെർട്ടിലൈസ് ചെയ്തു എന്ന് വിചാരിക്കുക. ഓവം എത്രയാണ്? 16 ആണ്. ആൻഡ് സ്പേം എന്ന് പറയുന്നത് എത്രയാണ്? സ്പേം എന്ന് പറയുന്നതും 16 ആണ്. അത് ഫെർട്ടിലൈസ് ചെയ്താൽ എന്താ ഉണ്ടാവുക? 32 ക്രോമസോം ഉള്ള ഒരു കുട്ടിയല്ലേ ഉണ്ടാവുക. ആ കുട്ടി എന്ന് പറയുന്നത് ആരായിരിക്കും? ഒബ്വിയസ്ലി ഫീമെയിൽ ആയിരിക്കും. ക്ലിയർ ആണല്ലോ? ഓക്കെ. ഇനി പിന്നെ എങ്ങനെയാണ് മെയിൽ ഉണ്ടാവുന്നത്? മെയിൽ ഉണ്ടാവണമെങ്കിൽ നമുക്കറിയാം 16 ക്രോമസോമേ ഉണ്ടാവാൻ പാടുള്ളൂ. നോക്ക്, ഓവറിയിൽ നിന്നും വേറൊരു ഓവം റിലീസ് ചെയ്തു എന്ന് വിചാരിക്കുക. ഈ ഓവം അൺഫെർട്ടിലൈസ്ഡ് ആയിട്ട് ഉള്ള ഓവമാണ് എന്ന് വിചാരിക്കുക. അൺഫെർട്ടിലൈസ്ഡ് ആയിട്ടുള്ള ഓവമാണ് പുറത്തേക്ക് പോകുന്നത് എങ്കിൽ, അൺഫെർട്ടിലൈസ്ഡ് ഓവം എന്ന് പറഞ്ഞാൽ എത്ര ക്രോമസോമാ ഉള്ളത്? അൺഫെർട്ടിലൈസ്ഡ് ഓവം
എന്ന് പറയുന്നത് 16 ക്രോമസോമാണ്. ഈ അൺഫെർട്ടിലൈസ്ഡ് ഓവം ഡയറക്ട്ലി ഒരു കുട്ടിയായിട്ട് മാറും. അങ്ങനെയാണെങ്കിൽ ആ കുട്ടി എന്തായിരിക്കും? മെയിൽ ആയിരിക്കും. കാരണം ഫീമെയിൽ എന്ന് പറയുന്നത് 32ഉം മെയിൽ എന്ന് പറയുന്നത് 16ഉമാണ്. എങ്ങനെ? ഒരു അൺഫെർട്ടിലൈസ്ഡ് ആയിട്ടുള്ള ഓവം ഡയറക്ട്ലി എന്തായി മാറുകയാണ്? ഒരു കുട്ടിയായി മാറുകയാണ്. ആൻഡ് ദാറ്റ് പ്രോസസ് ഈസ് കോൾഡ് പാർത്തനോജെനിസിസ്. പാർത്തനോജെനിസിസ്. അപ്പൊ അൺഫെർട്ടിലൈസ്ഡ് എഗ്ഗിൽ നിന്നും ഒരു ഇൻഡിവിജ്വൽ കുട്ടി ഉണ്ടാവുന്നതിനാണ് പാർത്തനോജെനിസിസ് എന്ന് പറയുന്നത്. സോ ഫെർട്ടിലൈസ് ചെയ്യുന്ന എഗ്ഗ് എന്തായി മാറും? ഫീമെയിൽ ആയി മാറും. അൺഫെർട്ടിലൈസ്ഡ് എഗ്ഗ് ഡയറക്ട്ലി എന്തായി മാറും? മെയിലായി മാറും. അങ്ങനെയാണ് മെയിലും ഫീമെയിലും ഉണ്ടാവുന്നത്. ഇപ്പം ഈ ഉണ്ടായ ഈ ഒരു മെയിലിനെ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആണ് ഇവരുടെ കാര്യം. ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത്, ഈ ഉണ്ടായ മെയിലിന് ആര് വേണ്ട? അച്ഛൻ വേണ്ട. അപ്പൊ ഉണ്ടാവുന്ന ഒരു ആൺകുട്ടി എന്ന് പറയുന്നത് അച്ഛൻ ഇല്ലാതെയാണ് എല്ലാ ആൺകുട്ടിയും ജനിക്കുന്നത്. അതേപോലെ ഇയാൾക്ക് ഒരിക്കലും ഒരു മകന് ജന്മം കൊടുക്കാൻ പറ്റൂല. കാരണം എന്താ? ഈ മെയില് ഏതെങ്കിലും ഒരു ഫീമെയിലുമായിട്ട് മെയ്റ്റ് ചെയ്താല് 32 ആവും. 16 32 ആവും. അതായത് ഫീമെയിൽ ഒരു പെൺകുട്ടി മാത്രമേ ഉണ്ടാവുള്ളൂ. പക്ഷേ ഈ ആൺകുട്ടിയെ സംബന്ധിച്ചിടത്തോളം ഇയാൾക്കൊരു ഗ്രാൻഡ് ഫാദർ പോസിബിൾ ആണ്. കാരണം എന്താ? ഗ്രാൻഡ് ഫാദർ എന്ന് പറഞ്ഞാല് മദറിൽ നിന്നുമാണല്ലോ പാർത്തനോജെനിസിസ് വഴി ഉണ്ടായത്. ആ മദർ ഉണ്ടായത് ഒരു ഫാദർ ആണല്ലോ. അതായത് ആ അമ്മയ്ക്ക് ഒരു അച്ഛൻ ഉണ്ടായിരിക്കും. ആൻഡ് അതുപോലെ തന്നെ ഗ്രാൻഡ് സണ്ണും പോസിബിൾ ആണ്. സണ്ണ് പോസിബിൾ അല്ല, ഗ്രാൻഡ് സണ്ണ് പോസിബിൾ ആണ്. കാരണം എന്താ? ഉണ്ടാവുന്നത് ആരാണ്? ഒരു മകളാണ്. ആ മകൾക്ക് പാർത്തനോജെനിസിസ് വഴി ഒരു ആൺകുട്ടി പോസിബിൾ ആണ്. അതായത് ഞാൻ ഇവിടെ എടുത്ത് കാണിക്കുന്നത് എന്ന് പറഞ്ഞാൽ ഈ ഉണ്ടായ ദിസ് ഡ്രോൺ ആണ്. ഈ ആൺകുട്ടിയാണ്. ഈ ആൺകുട്ടി എങ്ങനെ ഉണ്ടായത്? അച്ഛനില്ലാതെയാണ് ഉണ്ടായത്. ഡയറക്ട്ലി അമ്മയിൽ നിന്നും പാർത്തനോജെനിസിസ് വഴിയാണ് ഉണ്ടാവുക. അച്ഛൻ എന്ന് പറയുന്ന ഒരാൾ ഒരു ആൺകുട്ടിക്ക് പോസിബിൾ ആണോ? ഒരിക്കലും അല്ല. ഇനി ഈ ഉണ്ടായ ആൺകുട്ടിക്ക് ഒരു പെൺകുട്ടി മാത്രമേ ഉണ്ടാവുള്ളൂ. ശരിയല്ലേ? ഈ ഉണ്ടായ ആൺകുട്ടി ഒരു ക്യൂവിനെ മെയ്റ്റ് ചെയ്തതിന് ശേഷമാണ് ആരുണ്ടാവുന്നത്? ഒരു കുട്ടി ഉണ്ടാവുന്നത്. അപ്പൊ അത് എന്ത് കുട്ടി മാത്രമേ ഉണ്ടാവുള്ളൂ? അത് ഉണ്ടാവുന്നത് മസ്റ്റ് ബി ഒരു പെൺകുട്ടിയായിരിക്കും. അപ്പൊ ഒരു ആൺകുട്ടി പോസിബിൾ ആണോ? അല്ല. പക്ഷെ ഒരു ഗ്രാൻഡ് ഫാദർ ഉണ്ടാവുമോ? ഉണ്ടായിരിക്കും. കാരണം ഈ ക്യൂന് ഉണ്ടായത് എങ്ങനെയാണ്? ക്യൂന് ഉണ്ടായത് ഒരു ഫീമെയിലും ഒരു മെയിലും മെയ്റ്റ് ചെയ്തതിന് ശേഷമാണ്. അപ്പം ആ ആൾക്ക് എന്തുണ്ട്? ആ ആൾക്ക് ഒരു ഗ്രാൻഡ് ഫാദർ ഉണ്ടായിരിക്കും. ഇനി ഗ്രാൻഡ് സണ്ണ് പോസിബിൾ ആണോ? ആണ്. ഇയാൾക്ക് സണ്ണ് പോസിബിൾ അല്ല, പെൺകുട്ടി ഉണ്ടാവുള്ളൂ. ആ പെൺകുട്ടി ഡയറക്ട്ലി പാർത്തനോജെനിസിസ് ചെയ്തിട്ട് എന്തുണ്ടാവും? ഒരു ആൺകുട്ടി ഉണ്ടാക്കും. സോ ഒരു ഗ്രാൻഡ് സണ്ണ് പോസിബിൾ ആണ് എന്നാണ് നമ്മൾ പറഞ്ഞത്. അപ്പൊ വളരെ അധികം ഇൻട്രസ്റ്റിംഗ് ആണ് ഈ ഹണി ബീയിലുള്ള ഹാപ്ലോഡിപ്ലോയിഡ് മെക്കാനിസം എന്ന് പറയുന്നത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇനി നമ്മളിലും ഡ്രോസോഫിലയിലും ഒക്കെ ഉള്ള സെക്സ് ഡിറ്റർമൈനിങ് മെക്കാനിസം ആണ് XY-XX മെക്കാനിസം. നമുക്കറിയാം ഒരു ഫീമെയിൽ എന്ന് പറഞ്ഞാൽ 44 ഓട്ടോസോം ഉണ്ടായിരിക്കും. അതുപോലെ തന്നെ XX ക്രോമസോം ആയിരിക്കും ഉണ്ടാവുക. സിമിലർലി 44 ഓട്ടോസോം സെയിം ആയിരിക്കും മെയിലില്. ആൻഡ് XY ആയിരിക്കും സെക്സ് ക്രോമസോംസ് എന്ന് പറയുന്നത്. ശരിയാണല്ലോ? ഓക്കെ. അപ്പം ഇവിടെ ഒരു ഫീമെയിലിനെ സംബന്ധിച്ചിടത്തോളം സിംഗിൾ ടൈപ്പ് എക്സ് ഒരു ഓവം മാത്രമേ ഉണ്ടാക്കാൻ സാധിക്കുള്ളൂ. പക്ഷെ ഇവിടെ പുരുഷനെ സംബന്ധിച്ചിടത്തോളം 2 ടൈപ്പ് സ്പേം ഉണ്ടാക്കാൻ സാധിക്കും. ഏത് ടൈപ്പാ? എക്സ് ടൈപ്പ് സ്പേമും Y ടൈപ്പ് സ്പേമും ഉണ്ടാക്കാൻ സാധിക്കും. അതുകൊണ്ട് നമ്മൾ പറയും ഇവിടെ എന്താ ഉള്ളത്? മെയിൽ ഹെറ്ററോഗെമിറ്റി ആണ് ഉള്ളത്. മെയിൽ ഹെറ്ററോഗെമിറ്റി ആണ് ഉള്ളത് എന്ന് നമ്മൾ പറയും. നമ്പർ ഓഫ് ക്രോമസോംസ് സെയിം അല്ലേ? മെയിൽ ഹെറ്ററോഗെമിറ്റി കാണാൻ സാധിക്കുന്നുണ്ടല്ലോ. ഓക്കെ. അപ്പൊ നമ്പർ ഓഫ് ക്രോമസോംസ് എന്തായാലും സെയിം ആണ്. 2 ആൾക്കാർക്കും 46 ക്രോമസോം ആണ്. ആരാണ് ഇവിടെ സെക്സ് ഡിറ്റർമൈൻ ചെയ്യുന്നത്? ഹെറ്ററോഗെമിറ്റി കാണിക്കുന്ന ആള് ആരാ? എക്സും വൈയും ആർക്കാണ്? മെയിലിനാണ്. അപ്പൊ ഒരു ആൺകുട്ടിയാണോ പെൺകുട്ടിയാണോ ഉണ്ടാവുക എന്നുള്ളത് ഡിറ്റർമൈൻ ചെയ്യുന്നത് ആരാണ്? ആക്ച്വലി മെയിലാണ് അല്ലെ? അപ്പൊ മെയിലില് 2 ടൈപ്പ് ഗെമീറ്റ് ഉണ്ടാവും, എക്സും വൈയും. ഫീമെയിലിന് ഒറ്റ ടൈപ്പ് ഗെമീറ്റ് മാത്രമേ ഉണ്ടാവുള്ളൂ. എക്സും ഇങ്ങനെ വന്നാൽ ആരാ ഉണ്ടാവുക? ഫീമെയിലാണ് ഉണ്ടാവുക. ഇവിടെ എക്സും വൈയും വന്നാൽ ആരാ ഉണ്ടാവുക? മെയിലാണ് ഉണ്ടാവുക. ഇവിടെ എക്സും ഫീമെയിൽ ആണ് ഉണ്ടാവുക. ഇവിടെ എക്സും വൈയും വരികയാണെന്നുണ്ടെങ്കിൽ മെയിൽ ആണ് ഉണ്ടാവുക.
അപ്പൊ നോക്ക്, മെയിൽ ഉണ്ടാവാനും ഫീമെയിൽ ഉണ്ടാവാനും ഒരേ സാധ്യതയാണ് അല്ലെ? ഇത്രയും സാധ്യത ഫീമെയിൽ ഉണ്ടാവാൻ, ഇത്രയും സാധ്യത മെയിൽ ഉണ്ടാവാൻ. അപ്പൊ മെയിലും ഫീമെയിലും ഉണ്ടാവാൻ സാധ്യത 50-50. ആരാണ് സെക്സ് ഡിറ്റർമൈൻ ചെയ്യുന്ന ആളെന്ന് പറയുന്നത്? സെക്സ് ഡിറ്റർമൈൻ ചെയ്യുന്ന ആളെന്ന് പറയുന്നത് ഫാദർ ആണ്. ഡിറ്റർമൈൻ സെക്സ് ഓഫ് ദ ബേബി. ഡിറ്റർമൈൻ സെക്സ് ഓഫ് ദ ബേബി. ശരിയല്ലേ? നമ്മുടെ സമൂഹത്തിലുള്ള ഒരു തെറ്റിദ്ധാരണയാണ് സ്ത്രീകളാണ് സെക്സ് ഡിറ്റർമൈൻ ചെയ്യുന്നത്. ഫീമെയിലിന് സെക്സ് ഡിറ്റർമൈൻ ചെയ്യാൻ പറ്റൂല. കാരണം എന്താ? അവർക്ക് ആകെ ഒരു എക്സ് ഓവർ മാത്രമേ ഉള്ളൂ. ഏത് സ്പേം ആണ് ഫെർട്ടിലൈസ് ചെയ്യുന്നത് എന്നതിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് ആൺകുട്ടിയാണോ പെൺകുട്ടിയാണോ എന്നുള്ളത് ഡിറ്റർമൈൻ ചെയ്യപ്പെടുന്നത്. ക്ലിയർ ആണല്ലോ? സിമിലർലി ഈ XXXY മെക്കാനിസം തന്നെയാണ് ഡ്രോസോഫിലയിലും ഉള്ളത്. ഡ്രോസോഫിലയിലെ ഫീമെയിൽ എന്ന് പറയുന്നത് 6 ഓട്ടോസോമും ഉണ്ടായിരിക്കും. ആൻഡ് എക്സ് ക്രോമസോം ആണ്. XX ക്രോമസോം ആണെന്നുണ്ടെങ്കിൽ അയാള് ഫീമെയിൽ. സിമിലർലി 6 ഓട്ടോസോമും XY ക്രോമസോമും ആണെങ്കിൽ ഇയാള് മെയിൽ ആയിരിക്കും അല്ലെ? നമ്പർ ഓഫ് ക്രോമസോംസ് സെയിം ആണ്. 8 ക്രോമസോംസ് ആണല്ലോ ഉള്ളത്. ഇവിടെ ഹെട്രോഗമിറ്റി കാണിക്കുന്നത് ആരാണ്? മെയിൽസ് ആണ്. ക്ലിയർ? അപ്പോ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്തത് സെക്സ് ഡിറ്റർമിനേഷൻ ആണ്. സെക്സ് ഡിറ്റർമിനേഷന്റെ ക്രോമസോമൽ ബേസിസ് ആണ്. അപ്പൊ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് അടിപൊളിയായിട്ട് മനസ്സിലായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. എന്തെങ്കിലും ഡൗട്ട് നിങ്ങൾക്ക് മനസ്സിൽ തോന്നുന്നുണ്ടെന്നുണ്ടെങ്കിൽ അത് കമന്റ് ബോക്സിലൂടെ അറിയിക്കാവുന്നതാണ്. അടുത്ത ക്ലാസ്സിൽ നമുക്ക് വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.